നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ട്രയൽ റൺ കഴിഞ്ഞ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങുകയാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കരാർ പ്രകാരം 2024 ഡിസംബർ 3 മുതൽ തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കുന്നു എന്നാണ്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് പിന്നീടായിരിക്കും. അത് പ്രധാനമന്ത്രിയുടെ സൗകര്യം കണക്കിലെടുത്തായിരിക്കും തീയതി നിശ്ചയിക്കുന്നത്. 2024 ജൂലൈ 11 തുടങ്ങിയ ട്രയൽ റൺ ഡിസംബർ 2 അവസാനിച്ചപ്പോൾ ഇതുവരെ 70 കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. അതിൽ നവംബറിൽ മാത്രം 30 കപ്പലുകളാണ് എത്തിയത്. ഈ കപ്പലുകളിൽ നിന്ന് GST ആയി 16.5 കോടി ലഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ പകുതി എന്തായാലും സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. ഇനി ഈ കമ്മീഷനിങ്ങിന്റെ രീതി ഇങ്ങനെയാണ്. തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചെന്നൈ IIT-യുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർമാർ നിർമ്മാണം പൂർത്തിയാക്കി എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതോടെയാണ് ഔദ്യോഗികമായി കമ്മീഷനിങ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇതിൽ ഇപ്പോഴും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുവാനുണ്ട്. അത് പൂർത്തിയാക്കുവാൻ 3 മാസ സമയം കൂടി വേണ്ടിവരും. പക്ഷെ അത് തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമില്ലാത്ത ജോലികളാണ്. അതിനാൽ ഇപ്പോൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ആണ് നൽകുന്നത്. 70 കപ്പലുകളിൽ നിന്ന് ട്രയൽ റൺ കാലയളവിൽ 1.5 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. മറ്റൊരു നേട്ടം കൂടി വിഴിഞ്ഞത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് ജെയ്ഡ് സർവീസ് ശൃംഖലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെട്ടു എന്നതാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജെയ്ഡ് സർവീസിലും യൂറോപ്പിനെയും കിഴക്കൻ ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഡ്രാഗൺ സർവീസിലുമാണ് വിഴിഞ്ഞം ഉൾപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ മുൻനിര കപ്പൽ കമ്പനിയായ MSC അവരുടെ അടുത്ത വർഷത്തെ ഷെഡ്യൂളിൽ 2 പ്രധാന സർവീസുകളിൽ വിഴിഞ്ഞത്തെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ MSCയുടെ തന്നെ ലോകത്തിലെ വമ്പൻ കപ്പലുകളിലൊന്നായ MSC ഐറിന വിഴിഞ്ഞത്തെത്തും എന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട്. ട്രയൽ റൺ തുടങ്ങിയ ശേഷം ജൂലൈ മാസത്തിൽ 3 കപ്പലുകളെത്തി. ഇതിൽ നിന്നും 6862 കണ്ടെയ്നറുകളുടെ നീക്കം നടന്നു. സെപ്റ്റംബറിൽ 12 കപ്പലുകളിൽ നിന്ന് 32,580 കണ്ടെയ്നറുകളും ഒക്ടോബറിൽ 23 കപ്പലുകളിൽ നിന്ന് 20,045 കണ്ടെയ്നറുകളും നവംബറിൽ 30 കപ്പലുകളിൽ നിന്ന് 39,391 കണ്ടെയ്നറുകളുടെയും നീക്കം നടന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ടത് 1,600 കോടിയാണ്. അതിൽ ഇതുവരെ 700 കോടി നൽകി കഴിഞ്ഞു. ഇനി 900 കോടി കൂടി നൽകുവാനുണ്ട്. ഇത് ലഭിക്കുവാൻ അദാനി ഗ്രൂപ്പ് സർക്കാരിന് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. കമ്മീഷനിങ് തുടങ്ങുന്ന സമയം മുതൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിലിനെ രേഖാമൂലം അറിയിച്ചുകൊണ്ടിരിക്കും. 2035 മുതലാണ് കരാർ പ്രകാരം വരുമാനം വിസിലുമായി പങ്കുവച്ച് തുടങ്ങുന്നത്. ഇതിനോടൊപ്പം കേന്ദ്രം നൽകേണ്ട വയബിലിറ്റി ഗ്യാപ് ഫണ്ട് VGF ലഭിക്കേണ്ടതിലെ ആശയക്കുഴപ്പങ്ങളും തുടരുകയാണ്. VGF നൽകണമെങ്കിൽ തുറമുഖ പദ്ധതിയിൽ നിന്നും കേരളത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% നൽകണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. വായ്പയ്ക്ക് പകരം ഇത് ധനസഹായമായി നൽകണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയിരുന്നു. 2035 മുതലാണ് കേരളത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങുന്നത്. ഇപ്പോഴത്തെ നിലയ്ക്ക് 2035 മുതൽ അദാനി ഗ്രൂപ്പിന്റെ കാലാവധി തീരുന്ന 2060 വരെ സംസ്ഥാനത്തിന് ഇപ്പോഴത്തെ കണക്കിൽ 6,300 കോടിയോളം ലഭിക്കും. 817 കോടി VGF-ന് വരുമാനത്തിന്റെ 20% കേന്ദ്രത്തിന് നൽകിയാൽ തന്നെ അത് 1,260 കോടിയോളം ആയി മാറും. ഇതിനിടെ തുറമുഖത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ 2028 ഡിസംബറിനുള്ളിൽ അദാനി ഗ്രൂപ്പ് പൂർത്തിയാക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും തുറമുഖത്തിന്റെ ശേഷിയും വരുമാനവും കൂടും. അതിനനുസരിച്ച് സംസ്ഥാന വിഹിതവും കൂടും. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊമേഴ്സ്യൽ പ്രവർത്തനം തുടങ്ങുമ്പോഴും റോഡ് മാർഗമുള്ള ചരക്കു നീക്കം തുടങ്ങുവാനുള്ള സാഹചര്യം ഇപ്പോഴും ആയിട്ടില്ല. തുറമുഖത്തേക്കുള്ള റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. പ്രധാന കവാടം മുതൽ മുല്ലൂർ കലുങ്കുനട വരെയുള്ള റോഡ് നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും തലക്കോട് ഭാഗത്തേക്കുള്ള നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ബൈപ്പാസിലെ സർവീസ് റോഡിലേക്ക് എത്തിച്ചേരും. ഇവിടെ ഒരു ക്ലോവർ ലീഫ് മാതൃകയിലുള്ള കണക്റ്റിംഗ് സംവിധാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അന്തിമ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനാൽ തൽക്കാലം സർവീസ് റോഡ് വഴിയാകും ചരക്കു നീക്കം നടക്കുവാനുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ വരുന്നത്. അധികം വൈകാതെ ഇത് തുടങ്ങും എന്നാണ് കരുതുന്നത്. റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകാത്തതിനാൽ വലിയ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ ചെറിയ കപ്പലിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റ് ആയിരിക്കും നടക്കുക. ഇപ്പോൾ പുതുക്കിയ കരാർ പ്രകാരം തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും 2028 ഡിസംബറിനകം പൂർത്തിയാക്കുമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനായി അവർ 10,000 കോടിയോളം മുടക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കഴിയുമ്പോൾ തുറമുഖത്തിന്റെ കുറഞ്ഞ സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറായി ഉയരും. എന്നാൽ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ അത് 45 ലക്ഷം വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം മാറും. അപ്പോൾ വിഴിഞ്ഞത്തിന്റെ
അടുത്ത അപ്ഡേറ്റ് വാർത്തകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.